ഭയങ്കര കോമഡിയാണ് നടക്കുന്നത്. എമ്പുരാന്റെ സെൻസർ ബോർഡിലിരിക്കുന്ന BJPയുടെ പ്രതിനിധികൾക്ക് വീഴ്ച പറ്റിയെന്ന് രാജീവ് ചന്ദ്രശേഖർ. എന്തൊരു ഗതികേടല്ലേ. ഓരോ സിനിമകളും ഇതുപോലെ സെൻസറിങ് നടത്തിയൊക്കെ വെളുപ്പിക്കാൻ ഇവന്മാരെ കൊണ്ട് പറ്റത്തുള്ളൂ. ഇവന്മാർ കഴിഞ്ഞ കാലങ്ങളിൽ കാണിച്ചു വെച്ചിരിക്കുന്ന തെണ്ടിത്തരങ്ങളൊക്കെ ഓരോ സിനിമകൾ വഴിയായിട്ടും പുസ്തകങ്ങളിൽ കൂടെ എഴുത്തുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തേക്ക് വരുമ്പോഴത്തേന് ഇവന്മാർക്ക് കുരു പൊട്ടും. കാര്യം പണ്ട് പോയി കാല് നക്കിയതും കഴുകിക്കൊടുത്തതൊക്കെ BJPക്കാരും RSSകാരും സംഘപരിവാരും കൂടെ കൂടിയാ. അതൊക്കെ പുറത്തേക്ക് പുതിയ തലമുറകൾ ഇതൊക്കെ അറിയുന്ന സാഹചര്യങ്ങളിലേക്ക് വരുമ്പോൾ തന്നെ ഇവനൊക്കെ കുരു പൊട്ടിയിട്ട് കാര്യമില്ല. നിന്റെയൊക്കെ പിതാമഹന്മാർ കാണിച്ചു വെച്ചാൽ തന്തയില്ലായ്മയും തരവഴിയും നാട്ടുകാരറിയുന്നതിൽ നീയൊക്കെ അതിനകത്ത് കിടന്ന് കുരു പൊട്ടിയിട്ട് കാര്യമില്ല. അന്നത്തെ കാലത്ത് കാണിച്ചു വെച്ച തലവഴി ഇത് തന്നെയായിരുന്നു. അതുകൊണ്ട് കൂടുതൽ കിടന്ന് കുരു പൊട്ടണ്ട. സെൻസർ ബോർഡിൽ ഇരിക്കുന്നവന്മാർക്ക് ചിലപ്പം ബോധം വെച്ച് കാണും. പണ്ട് കാലത്ത് കാണിച്ച പരിപാടി ഇതാണ്. ഗുജറാത്ത് കലാപത്തിൽ നിന്റെയൊക്കെ നേതാക്കന്മാർ ഗുജറാത്ത് കലാപത്തിൽ കൂടി ഉയർന്നു വന്ന നേതാക്കന്മാരാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. അതുകൊണ്ട് കിടന്ന് കുരു പൊട്ടുമൊന്നും വേണ്ട. നഗ്നമായ സത്യങ്ങൾ പുറത്തേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കും.